ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനാദ്യം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് മുട്ട പുഴുങ്ങാൻ വെക്കണം. ഉപ്പിട്ട് കൊടുത്ത് ഒറ്റ വിസിലും ആയാലും മുട്ട വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വേഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉള്ളി വേവാൻ വേണ്ടിയിട്ട് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഉള്ളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞു വരണം, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മൂടി വെച്ച് വേവിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് എടുക്കണത്. തക്കാളി ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ഒരു പിഞ്ച്, ചിക്കൻ മസാല ഒരു പിഞ്ച്, മുളക് പൊടി 1/2 ടീസ്പൂൺ എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ മുട്ട റോസ്റ്റിന് വെള്ളം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ മുട്ട റോസ്റ്റിന് ഓവർ വെള്ളം ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. മുട്ട ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഇളക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുട്ടയിലേക്ക് ഉള്ളി ഒന്ന് പിടിക്കുന്നവരെ ഒന്നാക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആൻഡ് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.